ഏവർക്കും അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. 10ൽ 10 എന്ന സീരീസിന്റെ 22ാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആദ്യ ചോദ്യം നമുക്ക് നോക്കാം. പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏത്? ഓപ്ഷൻസ്: ചൂളന്നൂർ, തട്ടേക്കാട്, മംഗളവനം, കുമരകം. ശരിയുത്തരം ഓപ്ഷൻ ബി, തട്ടേക്കാട് ആണ്. ഒരു ചലനത്തിൽ പേശിയുടെ നീളം കൂടുകയാണെങ്കിൽ ആ കൺട്രാക്ഷൻ അറിയപ്പെടുന്നത് എന്ത്? ഓപ്ഷൻസ്: കോൺസെൻട്രിക് കൺട്രാക്ഷൻ, എസെൻട്രിക്, ഐസോടോണിക്, ഐസോകൈനറ്റിക്. ശരിയുത്തരം ഓപ്ഷൻ ബി, എസെൻട്രിക് കൺട്രാക്ഷൻ ആണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഏത്? ഓപ്ഷൻസ്: വടക്കേ ഇന്ത്യൻ സമതലങ്ങൾ, ഉപദ്വീപീയ പീഠഭൂമി, തീര സമതലങ്ങൾ, വടക്ക് പടിഞ്ഞാറൻ പർവ്വത പ്രദേശം. ശരിയുത്തരം ഓപ്ഷൻ ബി, ഉപദ്വീപീയ പീഠഭൂമിയാണ്. നാലാമത്തെ ചോദ്യം. ഇന്ത്യൻ പ്രസിഡന്റ് പദത്തിലെത്തും മുൻപ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വഹിച്ചിരുന്ന പദവി ഏതായിരുന്നു? ഓപ്ഷൻസ്: ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ, ഉപരാഷ്ട്രപതി, സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി സ്പീക്കർ, ഉപപ്രധാനമന്ത്രി. നിങ്ങൾക്കറിയാം, ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അഞ്ചാമത്തെ ചോദ്യം. ആധുനിക ഭാരതത്തിന്റെ നവോത്ഥാന നായകൻ എന്ന് അറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻസ്: രാജാറാം മോഹൻ റോയ്, രവീന്ദ്രനാഥ ടാഗോർ, ഡോക്ടർ ബി ആർ അംബേദ്കർ, സുഭാഷ് ചന്ദ്രബോസ്. ശരിയുത്തരം ഓപ്ഷൻ എ, രാജാറാം മോഹൻ റോയ് ആണ്. ആറാമത്തെ ചോദ്യം. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച വർഷം ഏത്? 1972, 1976, 1970, 1984. ശരിയുത്തരം ഓപ്ഷൻ എ, 1972 ആണ്. അക്കമ്മ ചെറിയാൻ ജനിച്ച സ്ഥലം ഏത്? ഓപ്ഷൻസ്: തിരുവല്ല, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി, ചെങ്ങന്നൂർ. ശരിയുത്തരം ഓപ്ഷൻ ബി, കാഞ്ഞിരപ്പള്ളിയാണ്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? ഓപ്ഷൻസ്: തലാമസ്, സെറിബെല്ലം, ഹൈപ്പോതലാമസ്, സെറിബ്രം. ശരിയുത്തരം ഓപ്ഷൻ ബി, സെറിബെല്ലം. അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏത്? ഓപ്ഷൻസ്: താപ്തി, സിന്ധു, പെരിയാർ, ഗംഗ. ശരിയുത്തരം ഓപ്ഷൻ ഡി, ഗംഗയാണ്. 10ാമത്തെയും അവസാനത്തെയും ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ സക്കീർ ഹുസൈൻ, വി ഗിരി, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ശരിയുത്തരം നിങ്ങൾക്കറിയാം, ഓപ്ഷൻ ഡി, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആണ്. 10ൽ 10 എന്ന സീരീസിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി 10:10 കാണാം. തെറ്റിയ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. എത്ര മാർക്ക് ലഭിച്ചു എന്ന് കമന്റായി രേഖപ്പെടുത്തുക. താങ്ക്